കൊമേഡിയൻ റോളുകളിൽ തിളങ്ങി നിൽക്കുന്ന സമയം. വെട്രിമാറിന്റെ വിടുതലൈ പാർട്ട് 1-ൽ ലീഡ് റോൾ ചെയ്യാൻ അവസരം കിട്ടുന്നു. അന്നുവരെ വെറും ഒരു കൊമേഡിയൻ എന്ന നിലയിൽ മാത്രം അദ്ദേഹത്തെ കണ്ടിരുന്നവർ ഒന്ന് ഞെട്ടി. കാരണം അദ്ദേഹത്തെ കൊണ്ട് ഇതാകുമോ എന്ന് ചോദിച്ചവർക്ക് അദ്ദേഹം അന്ന് നല്ലൊരു മറുപടി നൽകി തന്റെ പ്രകടനത്തിലൂടെ. അതെ, പറഞ്ഞു വരുന്നത് സൂര്യനെ കുറിച്ചാണ്. ഗരുഡൻ എന്ന ചിത്രത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവും സൂര്യ തന്നെയാണ്. വീണ്ടും തന്റെ പ്രകടനം കൊണ്ട് ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ഏത് റോളും തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഒന്നുകൂടെ തെളിയിച്ചിരിക്കുന്നു. കാക്കിസട്ടെ, എതിർനീച്ചൽ, പട്ടാസ് തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനായ RS ദുരൈ സിദ്ദിൽകുമാറിന്റെ സംവിധാനത്തിൽ വന്ന ഗരുഡന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ചിത്രത്തിൽ സൂരി, M ശശികുമാർ, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സൗഹൃദവും വിശ്വസ്തതയും തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ തകരും തുടങ്ങിയ കഥാപരിസരങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. മുൻപും കണ്ടതും കേട്ടതുമായ കഥയെ മടുപ്പിക്കാതെ കണ്ടിരിക്കാൻ സഹായിച്ചത് അഭിനേതാക്കളുടെ മികച്ച പ്രകടനം തന്നെയാണ്. സൂര്യയും ഉണ്ണി മുകുന്ദനും M ശശികുമാർ അടക്കം എല്ലാവരും അവരുടെ ഭാഗം നല്ല രീതിക്ക് തന്നെ ചെയ്തു. യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. ചിത്രം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ആസ്വാദനത്തിന് അത് ഏറെ ഗുണം ചെയ്തിട്ടുമുണ്ട് എന്ന് തന്നെ പറയാം. പ്രദീപ് രാഘവനാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. ചിത്രം സംസാരിക്കുന്ന പൊളിറ്റിക്സ് വളരെ വലുതാണ്. ഓരോ സീനിലും വ്യക്തമായ രീതിയിൽ പറയാനുള്ള രാഷ്ട്രീയം സംവിധായകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കഥാപാത്രങ്ങൾക്ക് ഇട്ടേക്കുന്ന പേരുകളടക്കം അത്ര ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത്. സിനിമ കാണുമ്പോൾ അത് വ്യക്തമാകും. തെരുവിൽ നിന്നും ഒരു നായക്കുട്ടിയെ എടുത്തു വളർത്തുമ്പോൾ അത് അതിന്റെ യജമാനോട് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്, ഒരു വിശ്വസ്തതയുണ്ട്. സിനിമയും പറഞ്ഞു പോകുന്നത് അത്തരം തലങ്ങളിലേക്കാണ്. കൂടുതൽ കഥയിലേക്ക് കടന്നാൽ അത് ആസ്വാദനത്തെ ബാധിക്കും. വിടുതലൈ പോലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും പരിഗണിക്കേണ്ട ഒരു ചിത്രമാണ് ഇത്. ഒരു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യസ്തമാണ്. പതിയെ തുടങ്ങുന്ന ആദ്യ പകുതിയിൽ ചെറിയ ചെറിയ തമാശയും പ്രണയവും എല്ലാം വരുന്നുണ്ട്. തിയേറ്റർ കാഴ്ചകളിൽ പരിഗണിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് ഗരുഡൻ.